സുഹൃത്തുക്കളെ, ഇടുക്കിക്കാരൻ ബിജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 55 ദിവസമായിട്ട് നമ്മൾ ഒരു വാർത്ത എല്ലാ ദൃശ്യമാധ്യമങ്ങളിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കേരളീയരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെ. അത് മറ്റാരുമല്ല, അത് കണ്ണൂരിലെ ADM ആയിരുന്ന അസിസ്റ്റൻറ്റ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എല്ലാവർക്കും നമ്മൾ ചാനൽ ചർച്ചകൾ എല്ലാവരും കേട്ടതാണ്. അപ്പോൾ അത് കേട്ട് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നവീൻ ബാബുവിൻ്റെ മാത്രം പ്രശ്നമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്കൊരിക്കലും അത് തോന്നിയിട്ടില്ല. കാരണം ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ കുടുംബം ഇന്ന് നേരിടുന്ന ആ പ്രശ്നങ്ങൾ, അതായത് അവരിന്ന് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ഒരു സാധാരണക്കാരനായ എന്നെയോ അല്ലെ നിങ്ങളെയോ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? കാരണം ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബം അവർക്ക് നീതിക്ക് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യുകയാണ് അല്ലേ? അപ്പം അവർ നവീൻ ബാബുവിൻ്റെ ഭാര്യ ഇപ്പോഴും ഗവൺമെൻറ് സർവീസിലുള്ള ഒരാളാണ്, തഹസിൽദാരായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ ബ്രദർ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. സാമ്പത്തികമായും ഒരുവിധം മെച്ചപ്പെട്ട കുടുംബം തന്നെ എന്ന് പറയാം. അപ്പോൾ ആലോചിക്കുക, സാധാരണക്കാരായ നമ്മളുടെ ഒരു കാര്യം, നമ്മളെ പോലുള്ളവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആലോചിക്കുക എന്തായിരിക്കും ആ സ്ഥിതി എന്നാലോചിക്കുക. എങ്ങനെ നമുക്ക് ന്യായം കിട്ടും? അതോടൊപ്പം തന്നെ അതായത് അവരുടെ ഫാമിലിക്ക്, അതായത് നവീൻ ബാബുവിൻ്റെ ഫാമിലിക്ക് ഒരു ബിഗ് സല്യൂട്ട്. കാരണം അവർ ഒത്തിരിയേറെ കാര്യങ്ങൾ അവർ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. കാരണം എല്ലാം അവർക്കറിയാമല്ലോ, അവരുടെ ഭർത്താവ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഇടപെടൽ എങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ നവീൻ ബാബുവിനെ പറ്റി കേട്ടപ്പോൾ, അതായത് പുള്ളി ജീവിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ജില്ല മൊത്തം അല്ലേ, ജില്ലയിലുള്ള അതായത് ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും, അതായത് പുള്ളിയുടെ കീഴിലും പുള്ളിയുടെ കൂടെയും വർക്ക് ചെയ്ത ഓരോ ആൾക്കാർ, ഓരോ മനുഷ്യർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ, പുള്ളിയെ പറ്റി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും. കാരണം അത്രയും നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ഇങ്ങനെയൊരു ഗതി വന്നല്ലോ. കാരണം ഇങ്ങനെയൊരു ഗതി വന്നതോ അല്ലെങ്കിൽ വരുത്തിയതോ അത് നമ്മൾ അന്വേഷണത്തിലൂടെ തെളിയേണ്ട കാര്യമാണ്. ഇപ്പോഴും നമ്മളൊന്ന് ആലോചിക്കുക, അതായത് ഗവൺമെൻറ്റിന് ഈ കേസുമായിട്ട് ഗവൺമെൻറ്റിനെ നേരിട്ട് ബാധിക്കുന്നൊരു പ്രശ്നമല്ല. ഇത് ചിലപ്പം കണ്ണൂരിലെ CPM പ്രവർത്തകർ ഇത് ബാധിച്ചേക്കാം, തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് പൊളിറ്റിക്കൽ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകണമല്ലോ. കാരണം പ്രത്യേകിച്ച് കണ്ണൂരിലെ രാഷ്ട്രീയം കേരളം മൊത്തം അറിയാം എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻസ്. അതുപോലെ തന്നെ ഇപ്പം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യ, അവരുടെ അറസ്റ്റും 9 ദിവസത്തെ ജയിൽവാസവും ഒക്കെ നടന്നെങ്കിലും ഇന്നും അവർ ഒരു ഗവൺമെൻറ് മെഷീനറി, അല്ലെങ്കിൽ അവർ ഈ സിസ്റ്റത്തിൻ്റെ കൂടെയാണ്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒത്തിരി പേര് കണ്ണൂരിൽ നിന്നുണ്ട്, തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുടുംബം എത്രമാത്രം അവർ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും, എവിടം വരെ, എത്ര നാൾ ഇതിനു വേണ്ടി നിലനിൽക്കും എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ്റിനാണെന്ന് ചിന്തിച്ചാൽ പോരെ, ഉപ്പ് തിന്നോ വെള്ളം കുടിക്കട്ടെ, തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടട്ടെ അല്ലേ? CBI വരുമോ, FBI വരുമോ, പിന്നെ ED വരുമോ, ആര് വേണേലും വരട്ടെ. കാരണം ഇത് ഗവൺമെൻറ് നേരിട്ട് ഇൻവോൾവ്മെൻ്റ് ഉള്ള പ്രശ്നം, അല്ലെങ്കിൽ ഇവർക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഒരു കാര്യം, നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടക്കം മുതലേ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളല്ലേ, ആദ്യത്തെ ഇഷ്യൂസ് പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ഒരു ഫാമിലിയിലെ ഒരു അൺനാച്ചുറൽ ഡെത്ത് ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്രോട്ടോകോൾസ് നമ്മൾ ഫോളോ ചെയ്യണം.
കാരണം അത് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എന്ന നിയമം. അപ്പോൾ അതെങ്ങനെ ഡിസ്ട്രിക്ട് കളക്ടറിന് പെർമിഷൻ കൊടുക്കാൻ പറ്റും അല്ലേ? അതൊന്ന്. രണ്ടാമത്, കേരള പോലീസിൻ്റെ നിസ്സംഗത നിങ്ങളൊന്ന് ആലോചിക്കുക. തുടക്കത്തിൽ അവരുടെ അന്വേഷണം ഒരു ഇൻസ്പെക്ടർ മാത്രമായിരുന്നു അതിനെ ലീഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, അന്വേഷണം. അതൊന്നും നമ്മൾ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത് പിന്നെ ഈ കോടതിയുടെ ഇടപെടലും പിന്നെ നമ്മൾ രാഷ്ട്രീയക്കാർ മറ്റുള്ള പാർട്ടികളുടെ ഇടപെടലും ഒക്കെ കാരണം SIT ഫോം ചെയ്തു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. SIT ഫോം ചെയ്ത് SITയും അതുപോലെ തന്നെ SITയുടെ ഒരു പ്രവർത്തനങ്ങളും നമ്മൾ അറിയുന്നില്ല. ഓക്കെ, നമ്മൾ അറിയേണ്ട, സാധാരണക്കാർ അറിയേണ്ടായിരിക്കാം. പക്ഷേ ഇത് നമ്മളെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മളോ അല്ലെ നമ്മൾ ബന്ധപ്പെട്ട ആൾക്കാരോ അല്ലെ ചുറ്റുമുള്ള ആൾക്കാർക്കോ ഇത് സംഭവിക്കാം, ഇല്ലേ? സംഭവിച്ചുകൂടാ എന്നില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പ്രതികരിക്കാതിരുന്ന് കഴിയുമ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു പാർട്ടിയുടെ ബേസിലല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. ആസ് എ പേഴ്സൺ, ഇൻഡിവിജ്വലി നമുക്ക് എങ്ങനെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും? അത് വേണേൽ സോഷ്യൽ മീഡിയ വഴിയാകാം, പിന്നെ അങ്ങനെ ന്യൂസ് പേപ്പർ മീഡിയ അങ്ങനെ വഴിയാകാം, ന്യൂസ് വഴിയാകാം, അങ്ങനെ എന്തെല്ലാം പ്ലാറ്റ്ഫോംസ് ഇന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും കേരളീയർ ഒന്നടങ്കം പ്രതികരിക്കണം, അവരുടെ കൂടെ നിൽക്കണം, ഫാമിലിയോട് കൂടെ. നമ്മുടെ പ്രാർത്ഥനയിലെങ്കിലും ഇപ്പം നമുക്ക് നേരിട്ട് ഇതില്ലെങ്കിലും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലെങ്കിലും അവരെ ഓർക്കണം. കാരണം അവർ ഒത്തിരി ഏറെ സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമാണ്. കാരണം അവരെ സ്ട്രഗിൾ നമുക്ക് ഒന്നും ഇമാജിൻ ചെയ്യാവുന്നതിനേക്കാളും കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ അവരുടെ കേസ് വാദിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ, കാരണം സ്റ്റേറ്റാണ് ഇവർക്ക് വേണ്ടി വാദിക്കേണ്ടത് അല്ലേ. അപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ ഉള്ളപ്പോൾ അവരുടെ ഓൺ വക്കീലിനെ വെക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് അവർ പോയിരിക്കുന്നത് അല്ലേ. അപ്പം അത് എന്തുകൊണ്ടാണ്? ഈ കേസിൻ്റെ അന്വേഷണവുമായി അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട മിഷണറീസുമായി ബന്ധപ്പെട്ട, അതായത് ഗവൺമെൻറ് മിഷണറി ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസം ഇല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം അല്ലേ. പിന്നെ CBI അന്വേഷണം, ഇവർ CBI അന്വേഷണത്തിന് വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ എന്തിന് കേരള ഗവൺമെൻറ് ഇതിനായിട്ട് എതിര് നിൽക്കണം? കാരണം മുഖ്യമന്ത്രിയോ അല്ല അവരുടെ മന്ത്രിമാരെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല, ആണോ? അല്ല. ഇൻഡയറക്റ്റായിട്ട് കണ്ണൂർ ലോബിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, അതല്ലേ നമ്മൾ ബാധിക്കേണ്ടത്. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കട്ടെ എന്നല്ല പറയുന്നത്, ആയിക്കോട്ടെ. പക്ഷേ അതിനു വേണ്ടി ഇങ്ങനെ ബ്ലൈൻഡായിട്ട് എന്ത് കേസിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെഷറിയാണ് നമുക്കുള്ളതെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. ആർക്കും നീതി ന്യായം കിട്ടിയാലേ ആർക്ക് കിട്ടും? ഒരു മനുഷ്യനും കിട്ടത്തില്ല. അങ്ങനെ പിന്നെ ഇന്നലെ ഞാനൊരു ന്യൂസ് കണ്ടു TV യിൽ. അതായത് PP ദിവ്യയെ അന്ന് ജയിലിൽ പോയതിന് ശേഷം ഒരു പാർട്ടി തീരുമാനമെടുത്തല്ലോ, അതായത് ജില്ലാ പഞ്ചായത്ത് പദവിയിൽ നിന്ന് വരെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തല്ലോ. ഇന്നലെ ഞാനൊരു ന്യൂസ് മനോരമയാണ്, ഇന്നലെ ന്യൂസിൽ ഞാൻ കണ്ടു. അതായത് അവരെ ഫിനാൻസ് കമ്മിറ്റിയിലേക്ക് ആ കമ്മിറ്റി മെമ്പറായിട്ട് സജസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പം അവരുടെ കൂടെ തന്നെ ഉണ്ട് ഗവൺമെൻറ് എന്നാണ് അതിൻ്റെ അല്ലേ. അല്ലെങ്കിൽ അവർ വിചാരിക്കില്ലേ കേസ് അന്വേഷണം നടക്കുകയാണ്, ഇവർക്ക് എതിരായിട്ടാണ് ഏറ്റവും കൂടുതൽ അലിഗേഷൻ വന്നിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അവരെ കുറേ നാളത്തേന് അവരെ മാറ്റി നിർത്തുക എന്നുള്ളൊരു ന്യായമായ കാര്യമില്ലേ? അത് ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യം, ഈ പെട്രോൾ പമ്പിൻ്റെ നടത്തിപ്പും അല്ല അതിൻ്റെ പെർമിഷനുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കേസ് ഉണ്ടായത്. അതായത് അന്ന് അതായത് നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പിൻ്റെ ദിവസം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ വന്ന് തോന്നിയ ദിവസം പറഞ്ഞത് കൊണ്ടാണല്ലോ, ആ വിഷമത്തിലാണ് പുള്ളി മരിച്ചെന്നാണല്ലോ പറയുന്നത്. പക്ഷേ അതാകാൻ സാധ്യതയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അത്രമാത്രം ഇതിന് പുറകിൽ ഇതൊന്നുമല്ല. ഓൾറെഡി ആ മനുഷ്യൻ ആ പെർമിഷൻ കൊടുത്തിരുന്നു. ഇവർ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആ ദിവസം തന്നെ, അതിന് മുമ്പോ തന്നെ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്നുമല്ല കാരണം. പക്ഷേ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ അത് നമ്മളാരും അറിയുന്നില്ല. അതുകൊണ്ട് അതായത് അതായത് ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഈ പെട്രോൾ പമ്പിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രശ്നമാണ്. അതായത് നവീൻ ഇന്ന് നമ്മൾ അറിഞ്ഞിടത്തോളം ഇന്ന് നമ്മൾ അറിയുന്നത് അതിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് ഈ ഒരു മരണം സംഭവിച്ചെന്നുള്ള രീതിയിലാണ് ഇന്ന് വരെയുള്ള റിപ്പോർട്ട് പറയുന്നത്.
പക്ഷേ ബാക്കിയുള്ള അന്തർധാരകളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡെയിലി മീഡിയയിൽ വന്നു പോയ കാര്യങ്ങളായ നമ്മൾ ഓരോ മനുഷ്യനും, നമ്മൾ ഓരോ മലയാളിയും നമ്മൾ ശക്തിയുക്തം, അതായത് ഇവരുടെ ഈ തോന്നിവാസത്തെ എതിർക്കണമെന്ന് ഞാൻ പറയുന്നു. CBI വേണ്ട എന്ന് പറയുന്നു. ഇതൊക്കെ ഇവരുടെ കുബുദ്ധിയാണ്. അതായത് ഇതിനകത്തൊന്നും 1% പോലും, 1% പോലും ഇതിനകത്ത് സത്യം എന്ന് പറയുന്ന സംഭവമില്ല, അല്ലേ? ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ടായി, അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ ഞാനാണ് അതിൻ്റെ അകത്ത് തീരുമാനം എടുക്കേണ്ടത്, അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കയറിപ്പോയി ഗവൺമെൻറ്റിന് ഇടപെടേണ്ട യാതൊരു രീതിയിലുള്ള കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഇടപെടുന്ന രീതിക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പം തീർച്ചയായിട്ടും ഇവർക്ക് എന്തൊക്കെയോ ഒളിക്കാനും മറിക്കാനും ഉണ്ട്, ഈവൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പോലും. സോ അതുമായിട്ട് ബന്ധപ്പെട്ടും പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. ഇനിയിപ്പം കൂടുതലൊന്നും ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടും പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഒരു ഗുണം ഉണ്ടാകുന്നില്ലെങ്കിൽ തന്നെ ഒരു കാര്യം, എല്ലാ വ്യൂവേഴ്സും നമ്മളിതിന് മാക്സിമം അവരുടെ കുടുംബത്തോടെ നിൽക്കുക, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെ പ്രാർത്ഥിക്കാം, നിയമസഹായം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.